ചെറുത്തുനിൽപ്പില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? അങ്ങനെ ഈ കാറ് പിണറായിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പോകുന്നു, അവരോട് കാര്യങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ ആൾക്കൂട്ടം എങ്ങനെയാ കൊലക്കിയൊക്കെ എടുത്തിട്ടാണ്. നേരിട്ട് ആക്രമിച്ചു എന്ന് ഞാൻ കരുതുന്ന ഒരാളും എൻ്റെ അടുക്ക വന്ന് സംസാരിച്ചു. വളരെ ഗോപ്യമായിട്ട് വരണമല്ലോ. അതെ അതെ അതെ. പുലർച്ചെയാണ് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ സമയം അനുവദിച്ചത്. അക്രമികളോടുള്ള വ്യക്തിപരമായിട്ടുള്ള പകയല്ല വേണ്ടത്, അവരെ ആ നിലക്ക് ചെയ്യിപ്പിക്കുന്ന ആശയങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള സമരമാണ്, ആശയ സമരമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരുടെ ഏറ്റവും വലിയ ആവേശം സംഘപരിവാർ ഫാസിസത്തിനെതിരായ ശക്തമായ സമരപ്രതീകം സഖാവ് പി ജയരാജൻ. സ്വാഗതം ജയരാജൻ. അപ്പോൾ നമ്മളൊരു ഓണക്കാലത്ത് നിന്ന് സംസാരിക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണമെന്ന ചോദ്യത്തിൻ്റെ യാതൊരു സംശയവും ഇല്ല. കാരണം എന്ന് വെച്ചാൽ മറ്റൊരു ഓണക്കാലത്തിൻ്റെ ഓർമ്മ തന്നെയാണ് തീർച്ചയായും എൻ്റെ മനസ്സിലും വരുന്നത്, ജയരാജേട്ടൻ്റെ മനസ്സിലും വരുന്നത്. എത്രമാത്രം തീവ്രമാണ് എന്ന് ചോദിക്കേണ്ടതില്ല. ഏത് തരത്തിലാണ് അത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? എന്തൊരു അവസ്ഥയായിരുന്നു അത്? അതായത് 1999 ആഗസ്റ്റ് 25 തിരുവോണത്തിനാണ് വീട്ടിൽ കയറി RSSകാരെന്നെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത്. അപ്പം അന്ന് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയമാണ്. അതെ, 13ാമത് ലോക്സഭാ ഇലക്ഷൻ. അപ്പോൾ അതിൻ്റെ വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ. അപ്പോൾ വടകരയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. അപ്പോൾ രാത്രി വളരെ വൈകിയാണ് വീട്ടിലെത്തിയത്. അപ്പോൾ തിരുവോണ ദിവസം പകൽ വീട്ടിലുണ്ടാവും എന്ന് കണക്കാക്കിക്കൊണ്ടാണ് RSSൻ്റെ ഈ നേതൃത്വം ആക്രമം ആസൂത്രണം ചെയ്തത്. അതിനു മുമ്പ് തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. കണ്ണൂർ ദേശാഭിമാനിയുടെ യൂണിറ്റ് മാനേജറായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ പലതരത്തിലുള്ള ഭീഷണി ഉണ്ടായിരുന്നു. ആ ഭീഷണിക്ക് കാരണം ഈ RSSനെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലാണ്. അത് ചിന്താ പബ്ലിഷേഴ്സ് 2008 പ്രസിദ്ധീകരിച്ച സംഘർഷങ്ങളുടെ രാഷ്ട്രീയം, പ്രത്യേക അധ്യായം തന്നെയുണ്ട് അല്ലേ? അതെ അതെ. അതിൽ ഇരയുടെ അനുഭവ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. അതായത് RSS നമ്മുടെ നാട്ടിൽ പുതിയ മേഖലയിലേക്ക് കയറുക, വീടുകളിൽ ഉള്ള കുട്ടികളെ സ്വാധീനിക്കുക, അതിനുവേണ്ടി അവിടെ ഈ ഓണവും ശ്രീകൃഷ്ണ ജയന്തിയും അടുത്തടുത്ത് വന്നിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അക്കാലത്ത് അവരൊരു പ്ലാൻ ചെയ്തു. അതായത് ഓണത്തിന് വീടുകളിൽ പൂക്കള മത്സരം, പിന്നീട് ഈ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടത്തിക്കുന്നതിന് വേണ്ടി ഈ കുട്ടികളെ അടക്കം അണിനിരത്തുക. അപ്പോൾ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് സമ്മാനം, അപ്പോൾ ആ സമ്മാനം കൊടുക്കുക, എന്നിട്ട് ആ കുട്ടികളെയൊക്കെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കുക. ഇതാണ് പ്ലാനിങ്. അപ്പോൾ അത് അവിടുത്തെ അന്ന് ഞാൻ DC സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അപ്പോൾ അത് മനസ്സിലായപ്പോൾ നമ്മുടെ പാർട്ടി സഖാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ ഞാനുമായിട്ട് ചർച്ച ചെയ്തു. നമ്മൾ ഒരു ബദൽ പരിപാടി ആവിഷ്കരിച്ചു. അതായത് ഈ പൂക്കള മത്സരത്തിന് സമ്മാനം, അതോടൊപ്പം ഈ അവിടെയുള്ള ഈസ്റ്റ് കതൂർ LP സ്കൂളുണ്ട്, ആ LP സ്കൂൾ ബുക്ക് ചെയ്തിട്ട് ബാലസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ ഒരു സംഗമം സംഘടിപ്പിച്ചു. അപ്പോൾ ഇവർ ശ്രീകൃഷ്ണ ജയന്തിയായ ദിവസം രാവിലെ അതിനടുത്തുള്ള കാവുണ്ട്, കതിരൂർ കാവ്. ആ കതിരൂർ കാവിൻ്റെ പരിസരത്ത് പായസം വെച്ച് വിതരണം ചെയ്ത് എന്നിട്ട് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര കൊണ്ടുപോകാനായിരുന്നു പരിപാടി. അപ്പോൾ അവർ ഈ വലിയ ചെമ്പും കാര്യങ്ങളൊക്കെ എടുത്ത് പായസത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തി. അത് ആ പ്രദേശത്തുകാരല്ല, കൊങ്കച്ചി എന്ന് പറയുന്ന ഒരു RSSൻ്റെ പോക്കറ്റ്, അവിടുന്ന് വന്നിട്ടാണ് ഈ പായസമൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മൈക്കിൻ്റെ ഒച്ചയൊക്കെ ശബ്ദം കേട്ടു, പാട്ട് വെച്ചതാണല്ലോ.
അപ്പോൾ കുട്ടികളൊക്കെ അടുത്തുകൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ ഓരോന്നോരോന്നായിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഈ കുട്ടികളാകെ എവിടെയെത്തി? ബാലസംഘത്തിൻ്റെ പരിപാടി. അപ്പോൾ പായസം വെച്ച് അത് കഴിക്കാൻ കുട്ടികളില്ലാത്ത നിലയിൽ ജനങ്ങളുടെ സംഘടിതമായിട്ടുള്ള ഇടപെടൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അവിടുത്തെ പാർട്ടി നേതാവ് എന്ന നിലക്ക് ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് അവരനുമാനിച്ചിരിക്കാം. അതുമാത്രമല്ല, അവിടെയുള്ള പല പരിസരത്തും അതുപോലെ തന്നെ കതിരൂർ ആ മേഖലയിലൊക്കെയുള്ള RSSൻ്റെ ആക്രമണങ്ങൾക്കെതിരായിട്ട് ജനങ്ങൾ നല്ല നിലക്ക് പ്രതിഷേധമുയർത്തി വന്നിട്ടുണ്ട്. ഈ കിഴക്കേ കതിരൂരിൽ തന്നെ 79-ൽ RSSകാർ ആക്രമണം നടത്തി ഗുരുതരമായ പരിക്കേറ്റ ഒരു നാണു പിന്നീട് മരണപ്പെട്ടിരുന്നു മെഡിക്കൽ കോളേജിൽ. അതുപോലെ തന്നെയുള്ള RSSൻ്റെ ആക്രമണങ്ങൾ സംഘടിതമായി ഇപ്പോൾ കൊട്ടിയോടി ദിനേശ് പിടി കമ്പനി അതിന് നേരെ ഒരേ സമയം വീട് കമ്പനികൾക്ക് നേരെയുള്ള ആക്രമണം നടത്തിയല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചെറുത്തുനിൽപ്പിൻ്റെ മേഖല കൂടിയാണ് പാട്യവും അതുപോലെ തന്നെ കൂത്തുപറമ്പ് തലശ്ശേരി മേഖലകൾ. അപ്പോൾ അതിലൊക്കെ എൻ്റെ ഇടപെടൽ തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നെ ഇല്ലാതാക്കും അതിലുള്ള പ്രസംഗങ്ങളൊക്കെ നേരത്തെ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആക്രമണം. അപ്പോൾ നേരത്തെ എനിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് നേരെയുള്ള അറ്റംപ്റ്റ് നടത്താൻ ഇടയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് നോട്ടീസൊക്കെ തന്നിരുന്നു. അപ്പോൾ പാർട്ടി ആലോചിച്ചു പ്രൊട്ടക്ഷൻ സ്വീകരിക്കുന്നതാണ് നല്ലത് എന്ന് തീരുമാനിച്ചു. ആ പോലീസ് ഗൺമാൻമാരുണ്ടായിരുന്നു 2 പേര്. അപ്പോൾ ആ ഗൺമാനെ ഞാൻ ഒരു ഘട്ടത്തിൽ മടക്കി. അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്തിട്ട് നടത്തിയിട്ടുള്ള കൃത്യമായിട്ട് ആസൂത്രണമാണ്. അതെ ആസൂത്രണമാണ്. അപ്പോൾ അവർ നേരത്തെ തീരുമാനിച്ചതാണ്. അപ്പോൾ പ്രാവർത്തികമാക്കാൻ എന്നെ സൗകര്യത്തിൽ കിട്ടുന്ന ദിവസം തിരുവോണ ദിവസമാണ്. അപ്പോൾ രാവിലെ വന്നിട്ട് ഉറപ്പ് വരുത്തിയിട്ടുണ്ടാകും വീട്ടിലുണ്ട് എന്നുള്ളത്. ഇതൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ലല്ലോ. പിന്നെ ആക്രമത്തെ തുടർന്ന് എനിക്ക് പ്രജ്ഞയൊന്നും നശിച്ചിരുന്നില്ല. ഇതാണ്. അപ്പോൾ രക്തത്തിൽ അപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു അല്ലേ? ഓർമ്മയുണ്ടായിരുന്നു. വീണ് കിടക്കുന്ന സമയത്ത് കൈ മുറിഞ്ഞു പോയപ്പോൾ അതെ ഓർമ്മയുണ്ടായിരുന്നു. നട്ടലിന് വലിയ മുറിവുണ്ടായിരുന്നു. കുറച്ചും കൂടി ആഴത്തിലായിരുന്നെങ്കിൽ എനിക്ക് നടക്കാൻ പോലും കഴിയുമായിരുന്നില്ല അല്ലേ? അപ്പോൾ പെട്ടെന്ന് തന്നെ യമുന ഇടപെട്ട് ഒരു ടാക്സിയിൽ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അങ്ങനെയാണ്. അപ്പോൾ അന്നേരത്തും പ്രജ്ഞയൊക്കെ ഉണ്ട്. നട്ടലിനാണ് ഏറ്റവും കടുത്ത വേദന. മറ്റേ ഇതൊക്കെ മരവിച്ചു പോയി. അവിടുന്ന് തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ നിന്ന് എറണാകുളത്ത് സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ. അന്ന് ഈ ഉത്തര കേരളത്തിൽ ഇവിടെയും മൈക്രോവാസ്കുലർ സർജറി ഇല്ല. അപ്പോൾ ഇതിന് മൈക്രോവാസ്കുലർ സർജറിയാണ് വേണ്ടത്. ഈ കൈ ഈ രൂപത്തിലെങ്കിലും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടി. അപ്പോൾ അങ്ങനെ ആംബുലൻസിലാണ് കൊണ്ടുപോയത്. കാരണം മലർന്ന് കിടക്കുകയാണല്ലോ ചെയ്യുന്നത് ആംബുലൻസിൽ. അപ്പോൾ ഇവർ അതിവേഗം, അതായത് അന്ന് നായനാർ ഗവൺമെൻറ്റുള്ള സമയത്താണ്. ആ സമയത്ത് ഹെലികോപ്റ്ററിലെങ്കിലും എറണാകുളത്ത് എത്തിക്കണം എന്നുള്ളൊരു ആലോചനയൊക്കെ ആദ്യം നടത്തിയിരുന്നു. പക്ഷേ കിട്ടിയില്ല. അപ്പോൾ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോയി. പോലീസ് അതിന് നല്ല ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്, വഴിയൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ കടുത്ത വേദന അന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെന്ന നിലക്ക് നേരത്തെ തന്നെ ഇൻ്റലിജൻസിന് പിന്നെ മുന്നറിയിപ്പുണ്ട്. മാത്രമല്ല നമ്മുടെ നാട്ടിലുള്ള പല ചലനങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പലരും ജാഗ്രത കാണിച്ചില്ല. അല്ല, ജാഗ്രത കാണിക്കുക എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും നമുക്ക് ചുറ്റും ആളുണ്ടാവുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലല്ലോ. ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ആ ഓപ്പറേഷൻ എങ്ങനെയാണ്? സുരക്ഷാ ഭടന്മാരെ കൊണ്ട് തന്നെ കൃത്യം ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ആസൂത്രകർ തീരുമാനിച്ചല്ലോ. അതേപോലെ തിരുവോണ ദിവസം വീട്ടിലുണ്ടാവും, കയറി അറ്റാക്ക് ചെയ്യുക. പിന്നെ ഇതൊക്കെ ഒരു നിമിഷങ്ങളുടെ ആവശ്യം മാത്രമല്ലേ ഉള്ളൂ ഒരാളെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ. അല്ല, ഏറ്റവും ഒരു മുൻ മാതൃകയുണ്ടല്ലോ ഇപ്പോൾ 94 ഒരു റിപ്പബ്ലിക് ദിനത്തിലല്ലേ സുധീഷിനെ ഇത്. തീർച്ചയായിട്ടും അതിന് സമാനമായി തന്നെ. അതായത്
ഇത് റിപ്പബ്ലിക് ദിന പുലരി. പട്ടാപ്പകൽ. അതെ, അത് രാത്രിയാണല്ലോ, അത് രാത്രിയാണ്. ഇത് പട്ടാപ്പകലാണ്. അപ്പോൾ രാത്രി അദ്ദേഹം വീട്ടിലുണ്ട് എന്ന് ഉറപ്പുവരുത്തി വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കടന്ന് അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ചിട്ടല്ലേ ആ നിഷ്ഠൂരമായിട്ടുള്ള കൃത്യം ചെയ്തത്. ഈ ഏതാണ്ട് അതേ മാതൃകയാണ് ഇവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള പരിശീലനം നേടിയിട്ടുള്ളവരാണ്. കാരണം ഈ നട്ടലിന് എന്നോട് ഡോക്ടർമാർ പിന്നീട് പറഞ്ഞു, നട്ടലിനേറ്റ ക്ഷതമുണ്ടല്ലോ, ആ ക്ഷതം കുറച്ചും കൂടി ആഴത്തിൽ പോയാൽ ഈ 2 കാലുകളും നിശ്ചലമാവും. പിന്നെ വിരല് പിന്നെ തുന്നിച്ചേർക്കാൻ പറ്റിയില്ലല്ലോ. വിരൽ അന്നേരത്ത് കണ്ടിട്ടില്ല, രക്തത്തിൽ കുളിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ ഈ എറിഞ്ഞ് ബോംബെറിഞ്ഞ് എറിഞ്ഞിട്ടാണ് അവർ രക്ഷപ്പെടുന്നത്. അപ്പോൾ ബോംബിൻ്റെ പുക, അപ്പോൾ എന്നിട്ട് ശ്വസനത്തിന് വല്ലാത്ത പ്രയാസം നേരിട്ടപ്പോൾ ഈ ചോര തളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണല്ലോ ഈ റൂം, ഈ അതായത് പഴയ കാവിയും അപ്പോൾ ഭയങ്കര പിന്നെ സ്മൂത്താവും. അപ്പോൾ വഴുക്കലിച്ച് വീണ് പോയി. വീണ്ടും എങ്ങനെയെങ്കിലും എഴുന്നേറ്റിട്ട് ഞാൻ പോയിട്ട് ക്ലോസറ്റിൽ ഇരുന്നതാ. അപ്പോൾ ആ അവസരത്തിലാണ് യവനെ വന്ന് പിടിച്ചു കൊണ്ടുപോകുന്നത്. എന്നിട്ടാണ് ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത്. എനിക്കൊന്ന് ഈ വിരൽ ഇപ്പോൾ സമീപകാലത്താണ് തുന്നിച്ചേർത്ത് തന്നത് സോഷ്യൽ മീഡിയയിലൂടെ. അത് CPM വിരുദ്ധ പ്രചാരവേലയുടെ ഭാഗമായിട്ട്. അപ്പോൾ ഒരു ഈ പിന്നെ അഴീക്കോടുകാരനായിട്ടുള്ള ഒരു കേസിലെ പ്രതിയുമായി ചുമലിൽ കൈയിട്ട് നിൽക്കുന്ന ഒരു ചിത്രം വന്നല്ലോ. അതൊക്കെ മാധ്യമങ്ങളുടെ പണിയാണ്. മാധ്യമങ്ങളെന്ന് മാത്രം പറഞ്ഞുകൂടാ, അല്ല, ഇന്ത്യയിലെ പിന്നിൽ കൃത്യമായിട്ട് സംഘപരിവാർ ആലോചനയുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതായത് നമ്മളെപ്പറ്റി ഒരു ക്രിമിനൽ നേതാവാണ് എന്നുള്ള പ്രതീതി ഉണ്ടാക്കി നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, എന്നിട്ട് ആക്രമിക്കുക. അതാണ് അത് RSSൻ്റെ ഒരു ശൈലി തന്നെയാണല്ലോ. അപ്പോൾ നേരത്തെ തന്നെ പ്രചരണം നടന്നിട്ടുണ്ട് എനിക്കെതിരായിട്ട്. അപ്പോൾ ആ പ്രചരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചെയ്യുക. പരിക്കേറ്റ് ആസ്പത്രി കിടക്കുന്ന അവസരത്തിൽ യശശരീരനായിട്ടുള്ള സഖാവ് C. കണ്ണാട്ടൻ, ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നേതാവാണ്. AKGയോടൊപ്പം ജയിൽ ചാടിയിട്ടുള്ള സാധാരണ തൊഴിലാളിയായിട്ട് ഉയർന്നു വന്ന് ഏറ്റവും ഉയർന്ന പാർട്ടി നേതാവായിട്ട് AKGയോടൊപ്പം ജയിൽ ചാട്ടം സേലം ജയിലിൽ. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആസ്പത്രി കിടക്കുന്ന അവസരത്തിൽ ജയരാജനെ കുറിച്ചിട്ട് ഒരു ലഘുലേഖ എൻ്റെ വീട്ടിലും കൊണ്ടുവന്നിട്ടു സംഘപരിവാറുകാർ എന്ന് പറഞ്ഞാൽ ഇയാൾ ആക്രമിക്കപ്പെടേണ്ട ആളാണ്. അതുപോലെയാണ് ഇപ്പോഴും. അന്ന് മാത്രമല്ല, ഇപ്പോഴും ആ പ്രചരണം നടക്കുന്നുണ്ട്. ഒരു ഈ നാട്ടിലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുമതലയുള്ള ആളാണ് എന്നുള്ള മട്ടിൽ പ്രചരണം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബിജു പറഞ്ഞിട്ടുള്ള ചുമലിൽ കൈയിട്ടു. നോക്കുമ്പം ഈ ഏത് കൃത്യം ചെയ്താലും തെളിവിൻ്റെ ഒരു അംശമെങ്കിലും അവശേഷിക്കുമല്ലോ. അങ്ങനെയുണ്ട് നിയമത്തിൻ്റെ മേഖലയിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊരു ചൊല്ലുണ്ട്. അതേപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എൻ്റെ കൈ ഈ പറയുന്ന ആളുടെ ചുമലിൽ വെച്ചെങ്കിലും എനിക്ക് ഈ ഇടത് കൈക്ക് 4 വിരൽ മാത്രമേ ഉള്ളൂ എന്ന് അവർ പെട്ടെന്ന് ആലോചിച്ചില്ല. 5ാമത്തെ വിരൽ കൂടി അവർ പിന്നെ സർജറിയിലൂടെ AI സർജറിയിലൂടെ കൂട്ടിച്ചേർത്തു. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ എത്ര ദിവസം കഴിഞ്ഞിട്ട് ആശുപത്രി വിടുന്നത്. ഈ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പൊതുയോഗത്തിൽ ഒരു പഴയ ഫോട്ടോ, പിണറായിയും കോടിയേരിയൊക്കെയുള്ള ഫോട്ടോയിൽ ജയരാട്ടൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആഗസ്റ്റ് 25-നാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് കൃത്യം 3 മാസം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 25 കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന് അന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ വലിയ നിലക്ക് പാർട്ടി ഒരു സ്വീകരണ പരിപാടി ഏർപ്പെടുത്തിയിരുന്നു. ജീവൻ്റെ രക്ഷപ്പെട്ടു വന്നതാണല്ലോ. അപ്പോൾ ആ നിലക്ക് പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെന്നുണ്ടായിരുന്നു, കോടിയേരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. എന്നിട്ട് കൂത്തുപറമ്പിലാണല്ലോ എൻ്റെ ആദ്യത്തെ പ്രവർത്തന കേന്ദ്രം. അപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. സുർജിത്ത് ഉണ്ടായിരുന്നു അന്ന്. സുർജിത്താണ് സമ്മേളനം ഉദ്ഘാടനം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയോളം വലിപ്പമുള്ള ആളുകളെന്ന് പറയുന്നത് രക്തസാക്ഷികളാണ്. ഏറ്റവും പാർട്ടിയുടെ വലിപ്പം എന്നത്. അപ്പോൾ ജയരാജേട്ടൻ ജീവിക്കുന്ന രക്തസാക്ഷി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. നമ്മുടെ ഈ ഒരു കാലത്ത് ഇത്രയേറെ ഒരു ത്യാഗവും ഇത്രയേറെ ആക്രമണത്തിന് വിധേയനായ വേറൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നമുക്ക് എടുത്ത് കാട്ടാനുമില്ല. ഇപ്പോൾ അടുത്തിടെ നമുക്കറിയാം, ഈ രാജ്യസഭയിൽ ഇപ്പോൾ സദാനന്ദ മാഷയുടെ വെപ്പുകാലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഇര എന്ന രീതിയിലൊക്കെ ദേശീയ തലത്തിൽ തന്നെ അവർ സംഘപരിവാറുകാർ
കൃത്യമായ പ്ലാനിങ്ങോടെ നടത്തുകയാണ്. ആ സമയത്തും ജയരാജൻ്റെ പേരുകൾ പല ഇടങ്ങളിലായി ഉയർന്നു കേട്ടെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ ഇത്രയേറെ സംഘപരിവാർ ഫാസിസം, ഈ ഇന്ത്യൻ ഫാസിസം ഇത്രയേറെ ശക്തമായിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ പ്രതീകമെന്ന രീതിയിൽ പി ജയരാജനെ ഉയർത്തി കാണിക്കാൻ പറ്റിയില്ല എന്ന് ചിലരൊക്കെ വിമർശിക്കുന്നുണ്ട്. അതൊന്നും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ ചുരുക്കി കാണുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഘപരിവാറിൻ്റെ അധിനിവേശം പല പ്രകാരത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പം നടക്കുന്ന രീതിയല്ല മുമ്പുണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് CPM-നെ കായികമായിട്ട് ആക്രമിച്ച് തകർക്കുക എന്നുള്ള പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ആക്രമിക്കപ്പെട്ടത്. കാരണം ഇതൊക്കെ ഓൾ ഇന്ത്യ നേതൃത്വം അടക്കം അറിഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത്. അപ്പോൾ എന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് ചിത്രീകരിക്കുന്നു. ഞാൻ ചില മാധ്യമങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയാണ് ഇക്കാര്യത്തിലും ആവർത്തിക്കാനുള്ളത്. അതായത് കേരളത്തിൽ CPM-ൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ചോ എത്രയോ ആളുകൾ ജീവാർപ്പണം ചെയ്തിട്ടുണ്ട്. അത് പുന്നപ്ര വേലാറുണ്ട്. പിന്നീട് കോൺഗ്രസിൻ്റെ ഭരണം വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ടയുടെ ഭാഗമായിട്ട് കൊല ചെയ്യപ്പെട്ടവരുണ്ട്. മുയർത്ത് ശങ്കരനെ പോലെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അതെ, ഇപ്പം 99-ന് ശേഷം 27 വർഷം പിന്നിടുന്ന അവസരത്തിലും സജീവമായി സക്രിയമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് തന്നെ വലിയ കാര്യമാണ്. അതേസമയം ത്യാഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ത്യാഗം എന്താണ്? ജീവത്യാഗം. ആ ജീവത്യാഗം ചെയ്ത രക്തസാക്ഷികളെ കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങളെപ്പോലെയുള്ള വരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നേരെയുള്ള അക്രമത്തിൻ്റെ സമയത്തും ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. പോളിറ്റ് ബ്യൂറോ, അതുപോലെ തന്നെയുള്ള കേന്ദ്ര കമ്മിറ്റി, മറ്റ് സംസ്ഥാനങ്ങളിലടക്കം പ്രതിഷേധം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കേരളത്തിൽ RSSൻ്റെ അധിനിവേശ ശ്രമങ്ങളെ ചെറുത്തതിൻ്റെ പേരിൽ എൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകമുണ്ടല്ലോ, സംഘർഷങ്ങളുടെ രാഷ്ട്രീയം, ഈ ജൂലൈ 20-ന് അത് കാലാനുസൃതമാക്കിയിട്ട് 6ാം പതിപ്പ് ഇറങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് ഈ രക്തസാക്ഷികളുടെ പട്ടിക ഞാൻ കാലാനുസൃതമാക്കിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം കേരളത്തിലെ 13 ജില്ലകളിൽ 209 പേര് RSSൻ്റെ കൊലക്കത്തക്കിരിയായി രക്തസാക്ഷിത്വം വരിച്ചതായിട്ടാണ് ഞാനതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ പോരാട്ടം CPM നടത്തിയിട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമാണ്. അപ്പോൾ CPM-നെയാണ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്നെയും ചേർക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സദാനന്ദ മാഷയുടെ കാര്യം പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, അദ്ദേഹത്തിൻ്റെ 2 കാല് അവിടെ മറ്റേ മേശയിൽ വെച്ചിട്ട്. സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് CPM-കാരായിട്ടുള്ള ആളുകൾ മാത്രമല്ല മരണപ്പെട്ടുള്ളത്, RSSകാരും മരണപ്പെട്ടിട്ടുണ്ട്. മരണം സ്വാഭാവികമായിട്ട് ദൗർഭാഗ്യകരമാണ് ഏത് പക്ഷത്തായാലും. പക്ഷേ അത് കൃത്യമായിട്ട് അത് ആരാണ് ഈ സംഘർഷങ്ങൾക്കൊക്കെ മുൻകൈ എടുക്കുന്നത്? അത് സംഘർഷങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത് ഇക്കാര്യത്തിൽ RSS തന്നെയാണ്. അത് നേതൃത്വ തലത്തിലുള്ള ആലോചനയുടെ ഭാഗമാണ്. അതാണ്. അപ്പോൾ അതിനെതിരായിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട്, ജനങ്ങളുടെ ചെറുത്തുനിൽപ്പുണ്ടായിട്ടുണ്ട്. ചെറുത്തുനിൽപ്പില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ? ബിജുവിന് ഇപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എന്ന നിലക്ക് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇത് നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കാണിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും RSSനെതിരായിട്ടുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായി കൂടി ഇത് മാറുമല്ലോ. ആ ചെറുത്തുനിൽപ്പ് CPIM നടത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ബിജുവിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകന്മാർക്ക് പോലും ഈ ചോദ്യങ്ങൾ ചോദിക്കാനോ എൻ്റെ ഉത്തരം പ്രക്ഷേപണം ചെയ്യാനോ കഴിയില്ല. പക്ഷേ നിങ്ങളീ പറഞ്ഞ പോലെ ഈ പറയുന്ന BJPയുടെ ഇപ്പോഴത്തെ പാർലമെൻറ്റ് മെമ്പർ, കേരളത്തിലെ രാജ്യസഭാ അംഗം, അദ്ദേഹത്തിന് എന്താണ് ഏറ്റവും കൂടുതൽ പ്രചാരണം കിട്ടിയത്? അത് വലതുപക്ഷത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അന്ന് ഈ സംഘർഷത്തിൽ തന്നെ മാതൃഭൂമിയെ പോലെയുള്ള പത്രങ്ങൾ വ്യാഖ്യാനിച്ചത് കണ്ണൂർ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ്. കണ്ണൂർ രാഷ്ട്രീയം, കണ്ണൂരിലെ ചില നേതാക്കന്മാർക്ക് ഈ സംഘർഷങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ആസക്തി.
അതെ മനുഷ്യൻ്റെ രക്തം കാണണം, അതെ ആ രക്തം ചിന്തുന്നതിൽ വലിയ താല്പര്യമുള്ളവരാണ് കണ്ണൂരിലെ രാഷ്ട്രീയ നേതാക്കന്മാർ. ഇങ്ങനെയൊക്കെ ആഖ്യാനങ്ങളുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ആഖ്യാനത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ പറഞ്ഞ ഓൾ കേരള അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ കേരളീയ സമൂഹത്തിൽ നുഴഞ്ഞു കയറാനുള്ള സംഘപരിവാരത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ ആക്രമണം. കായിക ആക്രമണം മാത്രമല്ല, പിന്നെയോ ആശയപരമായിട്ട് അധിനിവേശം. ഇന്നിപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായി, ഏതാണ്ട് ഒരു 10 വർഷമായിട്ട് നേരിട്ടുള്ള കായികമായിട്ടുള്ള സംഘർഷം കുറവാണല്ലോ. അത് കേരളത്തിലെ LDF ഗവൺമെൻറ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ BJPക്ക് എന്തുകൊണ്ടാണ് വോട്ട് കൂടുന്നത്? ആ സംഘപരിവാറിന് കുറേ കൂടി സ്വീകാര്യത കിട്ടത്തക്ക നിലയിലുള്ള ഒരു അന്തരീക്ഷം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? അതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ വഹിക്കുന്ന പങ്കുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ CPM വിരുദ്ധമായിട്ടുള്ള ഒരു പൊതുബോധ നിർമ്മിതി ഉണ്ടാക്കുക. അപ്പോൾ അതിൽ സംഘപരിവാർ ശക്തികൾക്ക് മാന്യത കൊടുക്കുക, ഇതൊരു ഭാഗം. അതിനേക്കാളും പ്രധാനമായിട്ടുള്ളത് സംഘപരിവാർ ഇതൊക്കെ ഓരോ നാടിൻ്റെയും സവിശേഷതക്കനുസരിച്ച് അവരുടെ ആശയങ്ങൾ വീടകങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായിട്ട് ആസൂത്രണം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഫലമായിട്ട് അവരുടെ വോട്ട് കൂടുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു പാർട്ടി പ്രവർത്തകന നിലക്ക് നേരെ നടത്തിയിട്ടുള്ള ആക്രമണത്തിന് വലിയ പ്രചാരം കിട്ടിയില്ല. അതേസമയം അപ്പുറത്ത് നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾക്ക് വലിയ പ്രചാരം കിട്ടും. അത് ഈ മാധ്യമങ്ങൾ നടത്തുന്ന പക്ഷപാതപരമായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ ഒരു സാധാരണ ചോദ്യം എന്ന് പറയുന്നത്, ഇത്രയേറെ ആക്രമണത്തിന് വിധേയനായിട്ടും ഈ RSSകാരുടെ ഈ അക്രമികളോടൊരു വിദ്വേഷം, ആ ഒരു പ്രതികാര ബോധം സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ജയരാജനും തോന്നിയിട്ടില്ലേ ശരിക്കും? ഇല്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർഗപരമായി നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം വരേണ്ടവരാണ് ഇന്ന് സംഘപരിവാറിൻ്റെ കൂടെയുള്ള ആളുകൾ, മഹാഭൂരിപക്ഷം ആളുകൾ. അവർക്ക് അവരുടെ സാധാരണക്കാരാണ്, ചെറിയ തൊഴിലുകളൊക്കെ സാധാരണക്കാരാണ്. അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ഈ CPM ആണ് എതിർക്കപ്പെടേണ്ട ഏറ്റവും വലിയ ശക്തി എന്ന് തോന്നലുണ്ടാക്കുന്നത്? ആശയമാണ്. ഒന്ന് ഹിന്ദുത്വ വർഗീയതയുടെ ആശയം, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ ആശയം. ഇതൊക്കെയാണ് അവരുടെ നേതൃത്വം ആജ്ഞാപിക്കുന്നതിനനുസരിച്ച് പല കൃത്യങ്ങളും ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അക്രമികളോടുള്ള വ്യക്തിപരമായിട്ടുള്ള പകയല്ല വേണ്ടത്, അവരെ ആ നിലക്ക് ചെയ്യിപ്പിക്കുന്ന ആശയങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള സമരമാണ്, ആശയസമരമാണ്. ആശയസമരം ഇപ്പോൾ നടത്തണം. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 പുസ്തകങ്ങൾ ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത്. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ. അതിൽ എൻ്റെ അനുഭവം കൂടി വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ ആമുഖം തുടങ്ങുന്നത്, എൻ്റെ അനുഭവം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട ആളുകളോട് ഒരു ശത്രുതാ മനോഭാവം ഇല്ലാതെ, അതാണ് ഈ ആക്രമിച്ചവരോട് നേരിട്ട് ആക്രമിച്ചു എന്ന് ഞാൻ കരുതുന്ന ഒരാളും എൻ്റെ അടുക്ക വന്ന് സംസാരിച്ചു. അതെ അല്ലേ? അവരിപ്പം CPMൻ്റെ ഭാഗമായിട്ടൊന്നും മാറിയിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം വന്നത് ഒരു കുറ്റബോധത്തിൻ്റെ ഭാഗമായിരിക്കാം എന്നതാണ്. അപ്പോൾ അന്ന് ഈ അക്രമത്തിന് ആവശ്യമായിട്ടുള്ള പ്രേരണ, അതങ്ങനെ പ്രസംഗമൊക്കെ നടത്തുന്നുണ്ടല്ലോ, അത്തരം ആളുകളൊക്കെ പിന്നീട് CPMലേക്ക് വന്നല്ലോ. അതെ വന്നു. CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കാലത്ത് OK വാസു, അശോകൻ, സുധീഷ് മിന്നിയൊക്കെ വന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് പോയി അല്ലേ? പാർട്ടിയായിട്ട് യാതൊരു ബന്ധവുമില്ല. മാത്രമല്ല പാർട്ടിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത പല കൃത്യങ്ങളിലേക്കും അദ്ദേഹം വഴിതെറ്റിപ്പോയി. അങ്ങനെ പലരും വന്നിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റെ നിലപാട് മാത്രമല്ല, പാർട്ടി അംഗീകരിച്ച നിലപാട്, അതിൻ്റെ കൂടെ ആ നിലപാട് പ്രാവർത്തികമാക്കാൻ വേണ്ടി ഞാനും നിന്നിട്ടുണ്ട്. അപ്പോൾ വ്യക്തിപരമായിട്ട് ആയിട്ടല്ല നമ്മൾ കാണുന്നത്. ആ ആശയം ഉപേക്ഷിച്ച്, ആ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വന്നാൽ അവരുമായിട്ട് സഹകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അവർ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം നിൽക്കേണ്ടവരാണ്. സമത്വത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ നിലകൊള്ളുന്നത്. ഈ അക്രമികളിൽ ഒരാൾ മനം മാറി എത്തിയെന്നാണ് ഇപ്പം ജയരാജേട്ടൻ പറഞ്ഞത്. എനിക്ക് പെട്ടെന്ന് ഈ KR മീരയുടെ ഒരു കഥയാണ് ഓർമ്മ വരുന്നത്. ഭഗവാന്റെ മരണം എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട്. ജയരാജന് ഇപ്പോൾ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അതിലിപ്പോൾ ഒരു എഴുത്തുകാരനെ ആക്രമിക്കാൻ ഒരു വർഗീയവാദി അക്രമി,
അതിനിടയിൽ എഴുത്തുകാരനും ഇയാളും വീട്ടിൽ നിന്ന് പിടിവലിയാകുന്നു. അവസാനം വീട്ടിലെ ഷെൽഫ്, ഓ ഈ പുസ്തകങ്ങൾ വെച്ച ഷെൽഫ് ഈ അക്രമിയുടെ മേത്തേക്ക് വീഴുകയാണ്, ശരീരത്തിലേക്ക്. ഓ അയാൾ അവിടെ വലിയ പരിക്കോടെ കിടക്കുകയാണ്. വേണമെങ്കിൽ എഴുത്തുകാരനെ അയാളെ കൊല്ലാമായിരുന്നു, അയാളുടെ ദുർബലാവസ്ഥ. പക്ഷേ പാതി പരിക്കേറ്റ് പാതി പരിക്കേറ്റ അയാളെ. പക്ഷേ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ ഇദ്ദേഹം അയാളെ പരിചരിക്കുന്നു. എഴുത്തുകാരൻ ഈ അക്രമിയെ പരിചരിക്കുന്നു. അക്രമിയെ പരിചരിച്ച ശേഷം അദ്ദേഹത്തിന് കർണാടക പശ്ചാത്തലത്തിലാണ്. അവിടുത്തെ ബസവണ്ണയുടെ നമ്മുടെ നാരായണ ഗുരു സന്ദേശമൊക്കെ പോലുള്ള ഒരു നവോത്ഥാന നായകനാണ്. ബസവണ്ണയുടെ സന്ദേശങ്ങളും ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്തു അയാളുടെ മനപരിവർത്തനം നടത്തുന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നു ഞാൻ ചെയ്തതെല്ലാം തെറ്റാണ്, മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് അയാൾ ബോധം വരികയും അങ്ങനെ മനപരിവർത്തനം ഉണ്ടാവുകയും ചെയ്യുകയാണ്. അപ്പോൾ നേരിട്ട് അയാളെ കൊല്ലുന്നതിന് പകരം അയാളുടെ ഉള്ളിലെ ഫാസിസ്റ്റിനെ കൊന്നു എന്നാണ് ഈ കഥ മൊത്തത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫാസിസ്റ്റിനെ നേരിട്ട് കൊല്ലാനാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും അയാളുടെ ഉള്ളിലുള്ള ആ ചിന്താഗതിയെ മാറ്റിയെടുത്തു എന്നുള്ളതാണ്. ഈ കഥ പിന്നീട് ഗൗരി ലങ്കേഷ് മരിച്ചു RSSകാർ വർഗീയവാദികൾ ആ കഥ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ ഗൗരി ലങ്കേഷ് പത്രികയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ കഥ KR മീരയുടെ ഭഗവാന്റെ മരണം എന്ന് പറയുന്ന കഥ. എനിക്ക് പെട്ടെന്ന് ഈ അക്രമികളുടെ മനംമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പം ജയരാജേട്ടൻ പറഞ്ഞ ഈ ഒരാളുടെ മനംമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കഥയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഈ കഥ മാത്രമല്ല, ഇത്തരം മനുഷ്യരെ ഇപ്പോൾ RSSൻ്റെ ഈ ഒരു ഇരുമ്പ് മറക്കുള്ളിൽ കടന്നു ചെന്ന് അവരുടെ നേതാക്കളെ ഇപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നുള്ള ഒരു അത്ഭുതകരമായ ഒരു ചോദ്യമുണ്ട്. അല്ല, അതിൽ വ്യക്തിപരമായിട്ട് ഞാൻ നടത്തിയ പ്രവർത്തനം എന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം ഒന്ന്, കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ബസവണ്ണയുടെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഒരു വ്യക്തി. അപ്പോൾ അത്തരമൊരു നാടാണ് നമ്മുടെ നാട്, ശ്രീനാരായണ ഗുരു. അതിൻ്റെ ആശയങ്ങളിലെ കൂടെ നിൽക്കേണ്ട ആളുകളടക്കമാണല്ലോ സംഘപരിവാറിൻ്റെ കൂടെ അണിനിരക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ടുള്ള ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവരുടെ മനസ്സിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കും എന്നതാണ് എൻ്റെ വിലയിരുത്തൽ. സംഘർഷങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്, അതാണ് ഒരു അനുഭവം. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ വരുന്നത്. അതെ അതെ അതെ. അപ്പോൾ അതിൽ ബിജു പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു അനുഭവം, അതായത് RSSൻ്റെ ഒരു പ്രചാരകനായിട്ട്, ഹോൾ ടൈമറായിട്ട് ഒരു പ്രചാരകനായി പോയിട്ടുള്ള ആൾ കേരളത്തിൽ പലയിടത്തും പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മനപരിവർത്തനം വന്നു. മനപരിവർത്തനം വന്നിട്ട് ഒരു RSSൻ്റെ മുൻ നേതാവിനോടൊപ്പം എന്നെ കാണാൻ വേണ്ടി വന്നു. കാണണമെന്ന് ആഗ്രഹം പഠിപ്പിച്ചു. അങ്ങനെയാണ് കൂട്ടി വന്നത്. അപ്പോൾ അന്ന് വരുമ്പോൾ വളരെ ഗോപ്യമായിട്ട് വരണമല്ലോ. അതെ അതെ അതെ. പുലർച്ചെയാണ് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ സമയം അനുവദിച്ചത്. അപ്പോൾ വെളുക്കുന്നതിന് മുമ്പേ, നേരം വെളുക്കുന്നതിന് മുമ്പേ ഓഫീസിലെത്തി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ, കൂടെ കൂട്ടിക്കൊണ്ടുവന്ന ആളുമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ചായ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ചായ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. ഒന്നും അനങ്ങുന്നില്ല. ഒന്നുമില്ല, ഞാൻ വെറുതെ കാണാൻ വന്നതാണ്, വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം താഴോട്ട് നോക്കുന്നു, പിന്നെ എൻ്റെ മുഖത്ത് നോക്കുന്നു, വീണ്ടും താഴോട്ട് നോക്കുന്നു. അതെ അതെ. അപ്പം എനിക്കതൊരു കൗതുകം തോന്നി. കാരണം അതിനു മുമ്പെയാണ് ഈ വാസുമാഷും അശോകനും ഒക്കെ, അതും എന്നെ നേരിട്ട് കാണുകയാണല്ലോ. അപ്പോൾ അവർക്കൊന്നും ആ ഒരു പിന്നെ ഇതില്ല, സങ്കോചമില്ല. അവർ തുറന്ന് ചോദിച്ചു, നേരിട്ട് ഞങ്ങളൊക്കെ ഇന്ന് നിലപാട് സ്വീകരിച്ചവരാണ്. അപ്പോൾ ഞങ്ങൾ BJPക്കകത്ത് തുടരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിഷയങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം എന്നോട് ചോദിച്ചു, അത് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കെന്താ വിഷമം, എനിക്ക് യാതൊരു വിഷമവുമില്ല. ഞാൻ നിങ്ങളിലുള്ള ആശയത്തെയാണ്, രാഷ്ട്രീയത്തെയാണ് എതിർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം അതൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കും. അതെ അതെ. അപ്പോൾ ആ നിലക്ക് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒറ്റ അക്ഷരം ഇറങ്ങുന്നില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ നിങ്ങളൊന്നും പറയാതെ? ഇല്ല, ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കൂടെ വന്നയാൾ അതിശയപ്പെട്ടു. കാരണം സംസാരിക്കാനുള്ള താല്പര്യത്തോടു കൂടിയാണ് ഇയാൾ എന്നോട് പറഞ്ഞത് എന്നാണ് അദ്ദേഹം കരുതുന്നത്. ഒന്നും അനങ്ങുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ
നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞിട്ട് അയാളെ യാത്ര അയച്ചു. ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് പാർട്ടിയുടെ സമ്മേളനം നടക്കുന്ന ഘട്ടമാണ്, പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അപ്പോൾ ഒരു ലോക്കൽ സമ്മേളനം. അപ്പോൾ കോട്ടയം കണവക്കൽ എവിടെയാണ്, ഏത് മലബാറിലെ കോട്ടയം കണവക്കൽ അവിടെയാണ് ലോക്കൽ സമ്മേളനം. അപ്പോൾ അന്ന് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്നു പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടി 2 പേരുണ്ട് പുറത്ത് വന്നിട്ട് എന്ന് പറഞ്ഞു. 4-5 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ചെന്ന് നോക്കും ഈ ചെറുപ്പക്കാരൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ മനസ്സിലായോ, ഞാൻ പറഞ്ഞു മനസ്സിലായി എന്ന് പറഞ്ഞു. കാരണം ഞാൻ ശ്രദ്ധിച്ചല്ലോ, ഇങ്ങനെ ഒരാൾ കണ്ട് സംസാരിക്കാൻ വന്നിട്ട് ഒറ്റ വാക്കിൽ ഒതുക്കി ആ സംസാരം. അപ്പോൾ അയാൾ തിരിച്ചു പോയല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ചിത്രമുണ്ട്. അങ്ങനെ ഞാൻ ചോദിച്ചു, അന്ന് നിങ്ങൾ എന്തേലും ഒന്നും സംസാരിക്കാതിരുന്നത്? അപ്പോൾ പറഞ്ഞു, എൻ്റെ ഹൃദയമിടിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ സംഘപരിവാരം അല്ലെങ്കിൽ അവരുടെ ആളുകൾ ഈ ചെറുപ്പക്കാരൻ്റെ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. അയാൾ പറഞ്ഞു, അത് ഞാൻ നിങ്ങളെ പറ്റിയിട്ട് ഞാൻ ഇതേവരെ നിങ്ങളെ കാണാൻ വരുന്ന അവസരത്തിലും കാണണം എന്ന് തീരുമാനിച്ച അവസരത്തിലുമൊക്കെ എൻ്റെ മനസ്സിൽ ഇതുണ്ട്. അപ്പോൾ നിങ്ങളെ കാണാനും സംസാരിക്കാനും കഴിയും എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നത്. പക്ഷെ അവിടെ വന്ന് നിങ്ങളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ, എൻ്റെ മനസ്സിൽ വേരൂന്നിയിട്ടുള്ള പഴയ പ്രതീതി, ആ പ്രതീതി എനിക്ക് ഓർമ്മ വന്നു. എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. പിന്നീട് സംസാരിച്ചു. അദ്ദേഹം CPM-ൻ്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു പ്രതീതി നിർമ്മാണം അവർ ചെയ്തിട്ടുണ്ട്. സമൂഹത്തിൽ മാത്രമല്ല, അവരുടെ പ്രവർത്തകന്മാർക്കിടയിൽ. അത് ജന്മഭൂമി പത്രം മുമ്പ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിലൂടെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മളൊരു സാംസ്കാരിക ഘോഷയാത്ര ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിൽ നല്ല നിലക്ക് വിജയമായിരുന്നു, വലിയ മുന്നേറ്റം ഉണ്ടാക്കി, ആളുകളെ അലർട്ട് ചെയ്തു. ഈ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര 77-ന് ശേഷം വന്നതാണല്ലോ. അതിനു മുമ്പേ ശ്രീകൃഷ്ണൻ ഭക്തിയൊക്കെ നാട്ടിലുണ്ട്. അന്നില്ലാത്ത ഘോഷയാത്ര ഇപ്പോൾ 77-ന് ശേഷം വന്നപ്പോൾ ഇത് രാഷ്ട്രീയ പദ്ധതിയാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞങ്ങളൊരു പരിപാടി ആവിഷ്കരിച്ചല്ലോ. അന്ന് RSSൻ്റെ കേരളത്തിലെ മുഖപത്രം, മലയാളത്തിലെ പത്രം മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. ചുവപ്പ് കംസൻ എന്ന് പറഞ്ഞിട്ട് ആണ്, ചുവപ്പ് കംസൻ. അങ്ങനെയെല്ലാമുള്ള അങ്ങനെ ഒരു അപ്പോൾ അങ്ങനെയെല്ലാമുള്ള ഒരു തെറ്റായ പ്രതീതി അന്ന് തന്നെ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയം. ഇത് സമയത്താണോ ഈ കുത്ബുദ്ദീൻ അൻസാരിയെയും അശോക് മോച്ചിയൊക്കെ അല്ലേ ഈ അല്ല, അത് ഈ ഗുജറാത്ത് 2002-ലാണല്ലോ ഗുജറാത്തിലെ വംശഹത്യ. 2002-ലാണ് വംശഹത്യ. അപ്പോൾ അതിന് ഒരു വ്യാഴവട്ടം 12 വർഷം 12 വർഷം തികയുന്ന അവസരത്തിലാണ് ഈ കുത്തബുദ്ദീൻ അൻസാരിയെയും അശോക് മോച്ചിയെയും ന്യൂനപക്ഷ സാംസ്കാരിക സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ തളിപ്പറമ്പിൽ വെച്ചിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. അത് വലിയ നിലക്ക് ചലനം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരെര, അതുപോലെ തന്നെ ആക്രമത്തിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു വ്യക്തി അശോക് മോച്ചി. അവരുടെ രണ്ടുപേരുടെയും ചിത്രങ്ങളുണ്ട്. അക്കാലത്ത് വലിയ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു. ഒരു കരഞ്ഞുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ആളുകളോട് പറയുന്ന ചിത്രങ്ങൾ. ഈ നേരിട്ടുള്ള ഒരു അറ്റാക്കിൻ്റെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ജയരാജൻ്റെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ചെറുത്തുനിൽപ്പിൻ്റെ ഒരു കാലമുണ്ട് കണ്ണൂരിൽ. അതിനുശേഷമാണ് ഈ കണ്ണൂരിലല്ല, കേരളത്തിൽ മുമ്പ് കണ്ണൂർ പക്ഷേ കുറച്ചുകൂടി തീവ്രമായിട്ട് അതിനൊരു കണ്ണൂരാണ് അവർ പരീക്ഷിച്ചത്. കണ്ണൂരും തലശ്ശേരിയൊക്കെയാണ് അവരുടെ ഒരു പരീക്ഷണശാല എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് മാറിയിട്ട് ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ വഴിയായിരുന്നു. അതായത് നേരിട്ടുള്ള ആക്രമണമല്ലാതെ ഇവരുടെ സംഘപരിവാർ കേന്ദ്രങ്ങളുടെ കോട്ടകൊത്തളങ്ങൾ ദുർബലമാക്കുന്ന ഈ രീതിയിലുള്ള ആശയ പോരാട്ടങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. വേണ്ടത്ര ഈ ഒരു സംഘപരിവാർ ഫാസിസ്റ്റ് കാലത്ത് അത് തിരിച്ചറിഞ്ഞപ്പെട്ടിട്ടുണ്ടോ? അല്ല, അത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തുകൊണ്ടല്ല തീരുമാനം എടുക്കുന്നത്. ജയരാജൻ എന്ന വ്യക്തി മാത്രമല്ല, അവിടെ കണ്ണൂരിലെ പാർട്ടിക്കകത്ത് അവിടെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച്
ചർച്ച ചെയ്തിട്ടാണ് നിലപാടൊക്കെ സ്വീകരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ പാർട്ടിയും അക്കാര്യത്തിൽ നല്ല പിന്തുണ നൽകിയിട്ടുണ്ട്. പിന്തുണ നൽകിയില്ല എന്ന് പറയാനാവില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ കണ്ണൂരിലെ ഒരു സാന്ത്വന പരിചരണ പ്രസ്ഥാനമുണ്ട്, IRPC, ഇനീഷ്യേറ്റീവ് ഫോർ റിഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ. അത് പാർട്ടി സ്റ്റേറ്റ് സമ്മേളനം തീരുമാനിച്ചതനുസരിച്ച് സാന്ത്വന പരിചരണ രംഗത്ത് നമ്മുടെ പാർട്ടിയുടെ റെഡ് വളണ്ടിയർമാരെ ഇടപെടണം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2012 തുടങ്ങിയതാണത് ആ പ്രസ്ഥാനം. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ശബരിമല തീർത്ഥാടകന്മാർക്ക് ഒരു ഹെൽപ്പ് ഡെസ്ക്, അതും വലിയ നിലക്ക് അപ്പോൾ അത് ആലോചിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും വരുമല്ലോ, ഏത് CPM-നെ പോലെയൊരു പാർട്ടി സാന്ത്വന പരിചരണ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നു. CPM നേരിട്ടിട്ട് ഈ മേഖലയിൽ ഇടപെട്ടിട്ടില്ല. അതേസമയം IRPCക്ക് രൂപം കൊടുക്കുന്നത് CPM-ആണ്, കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ്. കേരളത്തിലുടനീളമുണ്ട് സാന്ത്വന പരിചരണ പ്രസ്ഥാനം. കണ്ണൂരിലോളം പിന്നെ ഒരു ജില്ല കേന്ദ്രീകരിച്ച പരിപാടി പ്രസ്ഥാനമായിട്ട് മാറിയില്ല. ബാക്കി ജില്ലകളിലൊക്കെ ഉണ്ട്, ആലപ്പുഴയുണ്ട്, പത്തനംതിട്ട, അതൊരു വിപുലമായ വലിയ പ്രസ്ഥാനമായി മാറിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ ശബരിമലക്ക് തീർത്ഥാടകർ കാൽനടയായിട്ട് പോകുന്നുണ്ട്. ഇവിടുന്ന് ഗോവ, കർണാടകം, മഹാരാഷ്ട്രയുടെ ഒരു ബോർഡർ, ഇവിടുന്നൊക്കെ കാൽനടയായിട്ട് ശബരിമലക്ക് പോകുന്നവരുണ്ട്. കണ്ണൂരിലൂടെയാണ്, കണ്ണൂർ ജില്ലയിലൂടെയാണ്. അപ്പോൾ അത് അവരുടെ ഈ ചെരുപ്പിടാതെയാണ്. അപ്പോൾ കാലിൻ്റെ അടിയൊക്കെ പൊള്ളി വ്രണമായി അപ്പോൾ നടന്നു പോകുന്ന വിഷമം പിന്നെ കാണുകയുണ്ടായി. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് IRPCയുടെ ഒരു ഹെൽപ്പ് ഡെസ്ക് അവർക്ക് വേണ്ടി തുറന്നുകൂടാ? അങ്ങനെയാണ് തളിപ്പറമ്പിനടുത്തുള്ള ബക്കളത്ത് ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത്. അലോപ്പതി, ആയുർവേദം, ഹോമിയോ, ഈ 3 ചികിത്സാ ശാഖകളുടെയും സഹായം കൊടുക്കുക, പിന്നെ മാത്രമല്ല അവർക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് ഒരു ചർച്ച ഉയർന്നു വന്നു. ഈ തീർത്ഥാടകന്മാർക്ക് നമ്മൾ സഹായം കൊടുക്കുന്ന അവസരത്തിൽ അവിടെ നിലവിളക്ക് വെക്കാമോ? മനസ്സിലായില്ലേ? തീർത്ഥാടകന്മാരാ പോകുന്നത്, അവർ വിളക്കിനെയൊക്കെ ആരാധിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് വിളക്ക് വെച്ചുകൂടാ? ഇത് പാർട്ടി നേരിട്ട് നടത്തുന്നതല്ലല്ലോ, IRPCയാണ് നടത്തുന്നത്. IRPC എല്ലാവർക്കും വേണ്ടി സേവനങ്ങൾ, സഹായങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. രാഷ്ട്രീയ വ്യത്യാസമന്യേ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ, ജാതി മത വ്യത്യാസം കൂടാതെ എല്ലാവർക്കും സാന്ത്വന പരിചരണം കൊടുക്കുന്ന അവസരത്തിൽ ആ ഓരോരുത്തരുടെയും സവിശേഷത നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് നിലവിളക്ക് അവിടെ കൊളുത്തിയിട്ടുണ്ട്. ആ കേന്ദ്രം CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി അടക്കം സന്ദർശിച്ചിട്ടുണ്ട്. അതാണ്, പിണറായി അടക്കം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പിന്തുണയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ IRPC എന്ന് പറയുന്നത് ഒരു മുൻമാതൃകയില്ലാത്ത കണ്ണൂരിലൊരു വലിയ പ്രസ്ഥാനമാണ്. കാരണം അതിനു മുമ്പേ ഈ ആൾദൈവങ്ങളും അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സാമ്പത്തിക പണക്കാരായ ആളുകൾ അവരുടെ ചാരിറ്റിയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ചില സന്നദ്ധ NGOsകളും സന്നദ്ധ സംഘടനകളൊക്കെയാണ്. ആ പാർട്ടി പ്രവർത്തനത്തിന് ഒന്നുകൂടി വിപുലപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്, അല്ലേ? എനിക്ക് തീർച്ചയായിട്ടും. കാരണം ഒന്ന്, ഈ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങേയറ്റം പട്ടിണി കിടക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളെല്ലാം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ ആ സ്ഥിതിയൊക്കെ ഇപ്പം മാറി. അന്ന് ചെറുപ്പത്തിൽ അമ്മ നമ്മളോട് പറയുമായിരുന്നു, ഒറ്റ കറിയോടുകൂടിയാണ് ഭക്ഷണം, അപ്പോൾ ഒറ്റ മണി വറ്റ് പോലും ബാക്കിയാക്കരുത് എന്നതാണ് അന്ന് അമ്മ പറയുക. കാരണം ആ ഒരു മണി വറ്റിന് പോലും വിലയുള്ള ഒരു കാലമാണ്. ഇപ്പോഴത്തെ നമ്മളെ മക്കളും മക്കളും ഒക്കെ അവർക്കിതൊരു വിഷയമല്ലല്ലോ. ഏത് തരം ഭക്ഷണം വേണമോ അത് രക്ഷിതാക്കൾ കൊടുക്കുന്നു. അപ്പോൾ കാലം മാറിയിട്ടുണ്ട്. പക്ഷെ അതേസമയം ഈ കാലം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത് ഒന്ന് ഒറ്റപ്പെട്ട വയോജനങ്ങൾ, പിന്നെ കിടപ്പ് രോഗികൾ. മക്കളൊക്കെ എവിടെ പോയി? കാനഡയിൽ, ഇംഗ്ലണ്ടിൽ, അമേരിക്കയിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഗൾഫിലൊക്കെയാണ് അവർ കുടുംബസമേതം താമസിക്കുന്നത്. ഇവിടെ അച്ഛനെയും അമ്മയെയും കാണാൻ വേണ്ടി വൈകുന്നേരം വീഡിയോ കോളിലൂടെ സംസാരിക്കും. അപ്പോൾ അവർക്ക് ഒരു സ്നേഹവും പരിചരണവും കൊടുക്കുക. അതിൽ നമ്മുടെ പാർട്ടി സഖാക്കൾക്കും പങ്കുവഹിക്കാനാവണം. കാരണം പാർട്ടി പ്രവർത്തനത്തിൻ്റെ ശൈലി വിജു പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒന്ന് വിപുലപ്പെടുത്തണം. പണ്ടത്തെ തന്നെ അതേപടി ആവർത്തിച്ചാൽ ശരിയാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആ മേഖലയിൽ ഇടപെട്ടു.
ഒന്ന് കണ്ണൂരിൽ ഈ കിടപ്പ് രോഗികളെ സ്ഥിരമായി പരിചരിക്കുന്ന ഒരു കേന്ദ്രം ആരംഭിച്ചു. 75 പേഷ്യൻസിനെ ഒരേ സമയം കിടത്തി ചികിത്സയാണ്. അവർക്കും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാർക്കും ഒക്കെ ഭക്ഷണവും ഫിസിയോതെറാപ്പി സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു കേന്ദ്രം ആരംഭിച്ചു. മറ്റൊന്ന് ഒരു ലഹരിമുക്ത കേന്ദ്രം ആണ്, ഡി അഡിക്ഷൻ സെൻറ്റർ. നല്ല റിസൾട്ടാണ്. അതായത് അവിടുത്തെ ഒരു ഷെഡ്യൂളുണ്ട്, ടൈം ഷെഡ്യൂൾ. അതിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ഒട്ടേറെ ആളുകളാണ് പുതിയ തരം ജീവിതത്തിലേക്ക് വന്നത്. ലഹരി ജീവിതത്തിൽ നിന്ന് ലഹരിമുക്ത ജീവിതത്തിലേക്ക് കടന്നു വന്നവർ നിരവധിയാണ്. ഈ 2 സ്ഥാപനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചത് സഖാവ് പിണറായി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒക്കെ ഞാനെന്തോ വ്യക്തിപരമായിട്ട് നടത്തുന്ന സ്ഥാപനമാണെന്ന് വ്യാഖ്യാനിക്കേണ്ടതില്ല. അത് പാർട്ടി തീരുമാനിച്ചു. സ്റ്റേറ്റ് നേതൃത്വത്തിൻ്റെ എല്ലാ പിന്തുണയും സഹായവും ഉണ്ടായിരുന്നു. ഇപ്പോൾ പണ്ടുകാലിൽ ഇപ്പോൾ പി കൃഷ്ണപിള്ളയുടെയൊക്കെ ജീവിതകഥയിൽ പറയുന്നുണ്ട് കോളറക്കാലത്തെ പാർട്ടി പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ അല്ലേ. അതിൻ്റെ അതാണ് നമ്മൾ പാരമ്പര്യവും കൂടി IRPC രൂപീകരണ സമയത്ത് കൃഷ്ണപിള്ള കാണിച്ചു തന്ന വഴിയാണ് നമ്മൾ പാർട്ടിക്കകത്തും പറഞ്ഞിരുന്നത്. കൃഷ്ണപിള്ള ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ മാർഗം പിന്തുടരുക, പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തന ശൈലിയിലും മാറ്റം വരുത്തണം. ഇപ്പോൾ കണ്ണൂരിലെ ഈ വർഗീയ സംഘർഷങ്ങളുടെയൊക്കെ ഒരു ചരിത്രം ജയരാജേട്ടൻ ദീർഘമായി പഠിച്ചതാണ്, പുസ്തകങ്ങളിലൊക്കെ പല പാടും പ്രതിപാദിച്ചിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു 60കളുടെ ഒടുവിൽ ഇപ്പം ഗണേഷ് ബീഡിയുടെയൊക്കെ ചരിത്രം പറയാറുണ്ട്, ആ കാര്യം പറയാറുണ്ട്. ഒപ്പം തന്നെ ഈ തലശ്ശേരി കലാപം അതൊരു വലിയൊരു ആ കാലത്തെ ഒരു വലിയൊരു ഇളക്കി മറിച്ച് ആ കാലത്തെ ഒരു നടുക്കമുണ്ടാക്കിയൊരു സംഭവം തന്നെയാണ്. അന്ന് ആ സമയത്ത് ജയരാജേട്ടൻ കുട്ടിക്കാലത്തായിരിക്കും, ചെറിയ പ്രായത്തിലായിരിക്കും, അവിടെ ഉണ്ടായിരുന്നു, ആ വണ്ടിയിലൊക്കെ പോയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അതാരും അധികമൊന്നും പറഞ്ഞ് കേട്ടിട്ടുള്ളതല്ല. തീർച്ചയായിട്ടും. അതായത് ഈ RSSുമായിട്ടുള്ള CPMൻ്റെ ആദ്യത്തെ സംഘർഷം യഥാർത്ഥത്തിൽ 60കളുടെ അവസാനമാണ്. 60കളുടെ അവസാനം. അന്ന് തലശ്ശേരി പട്ടണമായിരുന്നു ഈ സംഘർഷങ്ങളുടെ കേന്ദ്രം. CPMൻ്റെയും RSSൻ്റെയും പ്രവർത്തകന്മാർ നേരിട്ട് ഏറ്റുമുട്ടിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു RSSകാരൻ പിന്നീട് മരണപ്പെട്ടത്, ഹോസ്പിറ്റലിൽ മരണപ്പെട്ടത്. അത് സംഘർഷങ്ങളുടെ രാഷ്ട്രീയം എന്നുള്ള പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തലശ്ശേരി ഒരു പ്രധാനപ്പെട്ട പരീക്ഷണ കേന്ദ്രമായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, BMSൻ്റെ നേതാവായിരുന്ന ടാങ്കടി, ദത്തേ പാന്ത് ടാങ്കടി, ആ ടാങ്കടി മലയാളിയല്ല. അതാണല്ലോ പ്രചാരകന്മാരെന്ന് പറയുന്നത് പലപ്പോഴും ആ പ്രദേശത്ത് താമസിക്കുന്നവരുമല്ല. നിങ്ങൾ നോക്കൂ, CPMൻ്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി നാട്ടിലെ ഏതാൾക്കും അറിയാമല്ലോ. അതെ അതെ അതെ. പക്ഷേ ഈ പ്രചാരകൻ ചുമതലപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നു, അത് ആ നാട്ടിലെ ജനങ്ങൾക്കറിയില്ല. ഏതോ പ്രദേശത്ത് വന്നതാണ്. ടാങ്കടി കുറേ കാലം തലശ്ശേരി കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം പിന്നെ അവിടെ താമസിച്ചിരുന്നു എന്ന് എന്നോട് പറയുന്നത് അന്തരിച്ച CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള സഖാവ് P രാമേന്ദ്രനാണ്. അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗത്ത് വർക്ക് ചെയ്തു. അപ്പോൾ ടാങ്കടി അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അത് ഞാൻ കുറേ കാലം തലശ്ശേരി ഉണ്ടായിരുന്നു, തലശ്ശേരിയിലെ ഊടുവഴികൾ പോലും ടാങ്കടിക്ക് അറിയാമായിരുന്നു, നാട്ടുകാരറിയില്ല. പിൽക്കാലത്ത് P രാമേന്ദ്രനോട് പറഞ്ഞതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ അതിനെ തുടർന്നാണ് പിന്നീട് തലശ്ശേരിയിലെ വർഗീയ കലാപം. ആ വർഗീയ കലാപം 71 ഡിസംബർ 28 ആരംഭിക്കുന്നത്. തുടക്കം അവിടെ തലശ്ശേരി മേലൂട്ട് മടപ്പരയിലേക്കുള്ള കലശഘോഷയാത്രയാണ്. ഇപ്പോൾ കലശഘോഷയാത്ര എങ്ങനെയാണ്? മുത്തപ്പന് വേണ്ടിയിട്ടാണ് കലശം കൊണ്ടുപോവുക. അപ്പോൾ നല്ലോണം മദ്യവെച്ചിട്ട് സംഘമായിട്ടാണല്ലോ പോവുക. അപ്പം അന്ന് സാധാരണ പോകുന്ന വഴിയിൽ നിന്ന് മാറിയിട്ടാണ് കൊല്ലം ഘോഷയാത്ര പോയത്. അപ്പം അന്ന് നൂർജഹാൻ ഹോട്ടൽ തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടലാണ്, അത് മുസ്ലിങ്ങൾ നടത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുന്നിലെത്തിയപ്പോൾ അതിനെ നേരെ ചെറുപ്പെറിഞ്ഞു എന്നുള്ള കള്ളക്കഥയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് വേഗം പ്രചരിച്ചു. കാരണം അന്ന് ഈ ലീഗ് കൂടി പങ്കാളിയായിട്ടുള്ള മാർക്സിസ്റ്റ് വിരുദ്ധ ഗവൺമെൻറ്റുള്ള സമയമാണ്. ഇപ്പോൾ ലീഗ് നേതാക്കന്മാർ ഈ പ്രാദേശികമായിട്ടുള്ള പല തർക്ക പ്രശ്നങ്ങളിലും പോലീസിൽ ഇടപെടും. ആർക്ക് വേണ്ടി? ലീഗുകാർക്ക് വേണ്ടി. അപ്പോൾ അത് ഒരു ആൻറ്റി മുസ്ലിം ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ലീഗിൻ്റെ നേതാക്കന്മാരുടെ
ഈ ഇടപെടൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രശ്നങ്ങളിലുള്ള ഈ ലീഗ് നിലപാട് ഒരു മുസ്ലിം വിരുദ്ധ വികാരത്തിലേക്ക് അവിടുത്തെ ജനങ്ങളെ എത്തിച്ചിരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് സംഘപരിവാരം ആസൂത്രണം ചെയ്തതാണ് തലശ്ശേരിയിലെ വർഗീയ കലാപം. അപ്പോൾ അന്ന് ഡിസംബർ മാസം 28-ാം തീയതി പാട്ടിൻ രാജൻ ഇതാണ് ഇപ്പം പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ട്. ഇടക്കാലത്ത് എം വി രാഘവൻ്റെ CMP ആയിരുന്നു. അന്ന് CPM-ൻ്റെ ഉയർന്ന നേതാവാണ്. അപ്പോൾ പാട്ടിൻ രാജേട്ടൻ, അതുപോലെ തന്നെ കൂത്തുപറമ്പ് രക്തസാക്ഷി രോഷൻ്റെ പിതാവ് KV വാസു, അദ്ദേഹം പിൽക്കാലത്ത് എഴുതിയിട്ടുണ്ട് ഈ അനുഭവം. അപ്പോൾ KV വാസു, ഞങ്ങൾ കൂത്തുപറമ്പിൽ ഇൻസ്പെക്ഷൻ ബംഗ്ലാവുണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ IB-യിൽ രാത്രി വാഹനമൊന്നും ഇല്ലല്ലോ, അന്ന് ബസ്സൊന്നും അധികം ഇല്ലല്ലോ രാത്രി. അപ്പോൾ ഒരു മീറ്റിങ്ങിലെ പ്രസംഗവും കഴിഞ്ഞിട്ട് മെരുവമ്പായി ആ മേഖലയിലെ ഒരു പ്രസംഗവും കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ IB-യിൽ തങ്ങിയതാണ്. രാവിലെ നോക്കുന്ന നേരത്ത് കാണാൻ വിവരം വരുന്നു, തലശ്ശേരിയിൽ കലാപം, വർഗീയ കലാപം ആരംഭിച്ചു. അങ്ങനെ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, ലാൻഡ് ഫോണാണ്. അപ്പോൾ പിണറായിയുടെ വീട്ടിൽ ലാൻഡ് ഫോണുണ്ട്. അദ്ദേഹം കൂത്തുപറമ്പ് MLA ആണ്. അതാണ്. അപ്പോൾ ആ ഫോണിൽ വിളിച്ചു. അപ്പോൾ അദ്ദേഹം പനിയായിട്ട് കിടപ്പാ അന്ന്. അപ്പോൾ ഫോൺ ചെയ്തിട്ട് രാജേട്ടൻ പറഞ്ഞു, ഇങ്ങനെ തലശ്ശേരിയിൽ, അത് പിണറായി അറിയുന്നില്ല. അത് എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെയാണ്, ഈ വളരെ വൈകിയ വാർത്താവിനിമയ സൗകര്യമൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് പോകണമെങ്കിൽ വാഹനം വേണം. വാഹനം എല്ലാം ബ്ലോക്കാണ്. കാരണം തലശ്ശേരി പട്ടണത്തിൽ പോയിട്ടുള്ള വാഹനങ്ങൾ പലതും ആക്രമിച്ച സ്ഥിതിയുണ്ടായി. അപ്പോൾ ആ വാഹനങ്ങളൊന്നും അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ കൂത്തുപറമ്പിനടുത്തുള്ള തള്ളോട് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഉച്ചമ്പള്ളി കുമാരൻ എന്നയാളുടെ ഒരു കാറുണ്ട്. അപ്പോൾ ഉച്ചമ്പള്ളി പാർട്ടി സഖാവാണ്. അപ്പോൾ ഉച്ചമ്പള്ളിയോടൊന്ന് സംസാരിച്ച് ഒരു കാർ ഏർപ്പാട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ പിണറായി വഴി പോയി, പിണറായിയെയും അതിൽ കയറ്റി. എന്നിട്ട് തലശ്ശേരി ആഫീസിൽ പോയി. തലശ്ശേരി ആഫീസിൽ എത്തുമ്പോൾ ഈ സംഭവം അറിഞ്ഞിട്ട് പാർട്ടി നേതാക്കന്മാർ വന്നിട്ടുണ്ട്. അന്ന് P. വിജയൻ, അതുപോലെ തന്നെ TC ഉമ്മർ, പിന്നെ രാജഗോപാലൻ മാഷ്, MV രാജഗോപാലൻ, പിന്നീട് MLA ആയിരുന്നു. അപ്പോൾ ഇവരൊക്കെ പാർട്ടി നേതാക്കന്മാരെത്തി. UK അലി അന്ന് പാർട്ടിയുടെ തലശ്ശേരി ടൗൺ ലോക്കൽ സെക്രട്ടറിയാണ്. ഇവരൊക്കെ എത്തി. അങ്ങനെ കൂടിയാലോചിച്ചിട്ട് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിലുള്ള നുണപ്രചരണം ജനങ്ങളെ വഴിതെറ്റിച്ചു. അവർ വർഗീയത കലാപത്തിൻ്റെ നിലയിലേക്ക് മാറുകയാണ്. മുസ്ലിം വീടുകൾ ആക്രമിക്കപ്പെടുന്നു, പള്ളികൾ ആക്രമിക്കപ്പെടുന്നു. മാത്രമല്ല തലശ്ശേരിയിൽ ശ്രീനാരായണ ഗുരു ശിലയിട്ട ക്ഷേത്രമുണ്ട്, ജഗന്നാഥ ക്ഷേത്രം. ആ ജഗന്നാഥ ക്ഷേത്രം ആക്രമിക്കാൻ വേണ്ടി മലപ്പുറത്ത് നിന്ന് മാപ്പിളമാർ വരുന്നു. എന്ന് പറഞ്ഞാൽ ഈ വാർത്താവിനിമയ സൗകര്യമൊന്നും ഇല്ലാത്ത കാലത്ത് ഒരേ സമയത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ നിലക്കുള്ള നുണപ്രചരണം. എന്ന് പറഞ്ഞാൽ രാവിലെ തലശ്ശേരി ടൗണിലെത്തിയ ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിങ്ങൾ മാനഭംഗം ചെയ്തു. ഇത് രാവിലെ 7 മണിക്കായത്. 7 മണിക്കൊരു ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടും തുറക്കില്ല എന്നുള്ള ഒരു ചിന്ത അന്നേരത്ത് വരില്ല. കേട്ടത് അപ്പടി വിശ്വസിച്ചുകൊണ്ട് കലാപത്തിലേക്ക് ചാടി വീഴുന്ന ആളുകളാണ് ടൗണിലും ചുറ്റുപാടും ഉണ്ടായത്. അപ്പോൾ ആ ഘട്ടത്തിലാണ് പാർട്ടി നേതൃത്വം കൂടിയാലോചിച്ചുകൊണ്ട് നമ്മൾ എല്ലാ മേഖലയിലും പോകണം, ഇത് നുണക്കഥയാണ്, ആ നുണക്കഥ വിശ്വസിക്കരുത്, അതുകൊണ്ട് സമുദായ സൗഹാർദ്ദം ഉണ്ടാക്കണം. അങ്ങനെ ഈ കാറ് പിണറായിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രദേശങ്ങളിൽ പോകുന്നു, അവരോട് കാര്യങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഈ ആൾക്കൂട്ടം എങ്ങനെയാണ്? ഒലക്കിയൊക്കെ എടുത്തിട്ടാണ്. ഒലക്ക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ അറിയില്ല, നെല്ല് കുത്തുന്ന ഒലക്കിയൊക്കെ എടുത്തിട്ടാണ്. കാരണം മലപ്പുറത്ത് നിന്ന് മാപ്പിളമാർ വരികയാണല്ലോ, ആ ഹിന്ദുവിൻ്റെ അമ്പലം സംരക്ഷിക്കണം, ഈ ഒരു വികാരം ഉണ്ടാക്കുകയാണ്. അത് ബോധപൂർവം RSS നടത്തിയ എല്ലാ കലാപങ്ങളുടെയും ഒരു പാറ്റേൺ ഉണ്ട്, ഒരു മാതൃകയുണ്ട്. അതേ മാതൃകയാണ് അവിടെയും നടപ്പാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ അന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ മടങ്ങുന്നത്. ഇപ്പോൾ TC ഉമ്മർ എന്ന് പറഞ്ഞാൽ അന്നത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലൊക്കെ അണിനിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ട്. അദ്ദേഹത്തെ എന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടൊക്കെ ആ പരിസരത്തൊക്കെ ആക്രമിക്കും. അദ്ദേഹത്തിൻ്റെ വീട് ആക്രമിച്ചില്ല, പക്ഷെ അദ്ദേഹത്തെ നമ്മൾ നിന്ന് കൂത്തുപറമ്പിലേക്ക് കൂട്ടുകയായിരുന്നു.
ഇപ്പൊ മാളിയേക്കൽ തറവാടൊക്കെ ഒരു പ്രധാന കേന്ദ്രം. മാളിയേക്കൽ തറവാട് വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമല്ലേ തറവാടാണ്. അപ്പം അങ്ങനെ പാർട്ടി DC ജില്ലാ കമ്മിറ്റിയുടെ ഒരു അഭ്യർത്ഥന വന്നു. ആത്മത്യാഗം ചെയ്തും തലശ്ശേരിയിലും പരിസരത്തും വർഗീയ മതസൗഹാർദ്ദം പുനഃസ്ഥാപിക്കുക. CPM-ൻ്റെ പ്രവർത്തകന്മാരാണ് രംഗത്ത് പറഞ്ഞത്. വേറൊരു പാർട്ടിയല്ല. കോൺഗ്രസും ലീഗും ഒക്കെ മരവിച്ച് നിൽക്കുകയാണല്ലോ. അതെ അതെ, അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ സംഭവിച്ചത്. അവിടെ CPM ആണ് ഉയർന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി ഒട്ടനവധി അല്ല ഇപ്പോഴും ആ മേഖലയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് CPM-ഓടുള്ള ഇഷ്ടത്തിന് പിന്നിൽ അതെ അതെ അല്ലേ ഈ ഒരു അതിൻ്റെ വേറൊരു ഭാഗം, അന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു OV ജാഫർ. OV ജാഫറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് വന്നിട്ടുണ്ട്. അദ്ദേഹം CPM-ആയിട്ട് ഇപ്പോൾ സഹകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ആ കലാപഘട്ടത്തിൽ CPM-ൻ്റെ പ്രവർത്തകന്മാർ ഓരോ പ്രദേശത്തും പോയി ന്യൂനപക്ഷങ്ങളുടെ വീടുകൾക്ക് കാവൽ നിൽക്കുന്നു, അക്രമികൾക്കെതിരായിട്ട് ചെറുത്തുനിൽപ്പ് നടത്തുന്നു, ധീരമായിട്ട് ജനങ്ങളെ അണിനിരത്തിയിട്ടുള്ള വളണ്ടിയർ സ്ക്വാഡൊക്കെ ഉണ്ടാകുന്നു, സമാധാന സമിതി ഉണ്ടാക്കുന്നു. ഇതിലൊക്കെ CPM നടത്തിയിട്ടുള്ള ഇടപെടൽ കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിക്കകത്ത് CPM-നോട് ഭയങ്കര ആഭിമുഖ്യം പറഞ്ഞു. ഇത് പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വഴി ആർക്ക് കിട്ടി? അന്നത്തെ ആഭ്യന്തരമന്ത്രി കരുണാകരന് കിട്ടി. അപ്പോൾ കരുണാകരൻ കണ്ണൂർ വന്നു, തലശ്ശേരിയിൽ വന്നു. തലശ്ശേരി PWD റെസ്റ്റ് ഹൗസിൽ ഈ പോലീസും ഭരണകൂടവും യഥാസമയം ഇടപെടാത്തത് സംബന്ധിച്ചുള്ള അമർഷം പ്രകടിപ്പിക്കാൻ വേണ്ടി അന്ന് എൻ രാമകൃഷ്ണനുണ്ട്. അപ്പോൾ എൻ രാമകൃഷ്ണൻ്റെ അനുയായിയാണ് OV ജാഫർ. അപ്പോൾ ഇവർ പോയിട്ട് കരുണാകരനെ കാണുന്നു. അപ്പോൾ കരുണാകരൻ ഇതൊക്കെ മാർക്സിസ്റ്റുകാരാണ് ചെയ്തത് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, രാമകൃഷ്ണൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തു. ഇങ്ങനെ മാർക്സിസ്റ്റുകാർക്ക് സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്, അതിനെ മറികടക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ മാർക്സിസ്റ്റുകാരാണെന്നുള്ള പ്രചരണം നടത്തൽ മാത്രമേ നമുക്ക് വഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അന്നേ ഈ ഒരു പ്രചരണം നടത്തിയിട്ടുണ്ട്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് വന്നാൽ അന്ന് ജയരാജേട്ടൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അല്ലേ? അന്ന് SFIയുടെ ജില്ലാ ജയപുരൻ രാജു പ്രസിഡന്റ് അല്ലേ? AK ബാലൻ പ്രസിഡന്റ്. ഒരു ഘട്ടത്തിൽ ജയപുരൻ രാജു പ്രസിഡന്റായി, ഞാൻ സെക്രട്ടറി ആയിരുന്നു. അന്ന് എനിക്കൊന്ന് ജയരാജേട്ടൻ്റെ അച്ഛനെ ഒക്കെ അറസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ടല്ലേ? കൊണ്ടുപോയി അന്നല്ല അല്ലേ? ആ കാലത്തല്ല, അത് AKG അടിയന്തരാവസ്ഥ കാലത്തല്ല. അല്ല, അത് പാർട്ടി നിരോധിക്കപ്പെട്ട കാലത്താണ്. AKGയെ അറസ്റ്റ് ചെയ്തു. അത് 50-കളിലൊക്കെ ആയിരിക്കും അല്ലേ? 48 50-കളിലാണ്. അപ്പം അന്ന് AKG അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അന്ന് അച്ഛൻ ഒരു ചുരുട്ട് തൊഴിലാളിയാണ്. ബീഡി സിഗാർ, ബീഡിയുണ്ട് സിഗാറുണ്ട്. അന്ന് കതിരൂർ ടൗണിൽ ചുരുട്ട് പണിയെടുക്കുന്ന തൊഴിലാളി, ഫാക്ടറി ടൈപ്പാണ്, എപ്പോഴും തൊഴിലാളികൾ ഉണ്ടാവും. തൊഴിലാളികളെ കൂട്ടം ഉണ്ടാവുമല്ലോ. പിൽക്കാലത്ത് ഔട്ട് വർക്ക് സമ്പ്രദായം കൊണ്ടുപോകും. അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഗണേഷ് പീഡി കമ്പനി കൂട്ടിയിട്ട് തൊഴിലാളികളെ തെരുവാധാരമാക്കിയല്ലോ. അന്ന് അവരെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കാമോ, ആ തൊഴിലാളികളെ RSSൻ്റെ വരുതിയിലാക്കാമോ എന്നുള്ള ശ്രമം അവർ നടത്തിയത്, ഔട്ട് വർക്ക് സമ്പ്രദായം. അപ്പോൾ ഈ കാലത്ത്, ഞാൻ പറഞ്ഞ കാലത്ത്, ചുരുട്ട് തൊഴിലാളികൾ, വീട് തൊഴിലാളികൾ ഒക്കെ സംഘടിത ശക്തിയാണ്. പ്രകടനം നടത്തുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളെ കിട്ടും, അങ്ങനെയാണ്. അപ്പോൾ AKG അറസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ ജയിലിൽ വെച്ച് അപായപ്പെടുത്തി എന്നുള്ളൊരു പ്രചരണം വന്നു. അപ്പോൾ അന്ന് പ്രതിഷേധ പ്രകടനം നടത്തി. അതിൽ അച്ഛനും ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനെ പിടിച്ച് ജയിലിലിട്ടു. അങ്ങനെയൊരു അനുഭവം അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിലുള്ള കുടുംബത്തിലാണ് വന്നത്. ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥ കാലത്തിൻ്റെ ഒരു അനുഭവം പറയുമ്പോൾ എങ്ങനെയാണ്? അന്ന് തലശ്ശേരി മേഖലയിൽ അടിയന്തരാവസ്ഥയിൽ വലിയ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അതെ അതെ, അതിൽ ബീഭത്സമായിട്ടുള്ള അവസ്ഥയാണ് കണ്ണൂരിൽ പലയിടത്തും ഉണ്ടായത്. കാരണം നേരത്തെ തന്നെ ഈ കോൺഗ്രസ് ഭരണത്തിൻ്റെ തണൽ തേടിക്കൊണ്ട് അവർ CPM-നെതിരായിട്ട് കായികാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തോടുകൂടി പ്രത്യക്ഷമായി തന്നെ പോലീസും കോൺഗ്രസ്സുകാരും ചേർന്നുകൊണ്ട് CPM-കാരെ വേട്ടയാടുന്ന അനുഭവം ഉണ്ടായി. അത്തരമൊരു ഘട്ടത്തിൽ അവർ ചെയ്തത് കണ്ണൂർ ജില്ലയിലെ പല കേന്ദ്രങ്ങളിലും കോൺഗ്രസ്സുകാരുടെ ഗൂണ്ടാ ക്യാമ്പുകൾ ഓപ്പണായിട്ടാണ് ആയുധങ്ങളൊക്കെ വെച്ചുകൊണ്ട്. കാരണം ജനങ്ങളിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് CPI. അപ്പോൾ ഇപ്പോൾ പയ്യന്നൂരിനടുത്തുള്ള ഏഴിലോട് ഒരു ഗൂണ്ടാ ക്യാമ്പായിരുന്നു, മനസ്സിലായില്ലേ? കുഞ്ഞുമംഗലമൊക്കെ CPM-ൻ്റെ ശക്തി കേന്ദ്രമാണ്. പക്ഷേ ഗൂണ്ടകൾ ഒന്നിച്ച് വരിക, എന്നിട്ട്
പോലീസിൻ്റെ സഹായത്തോടുകൂടി ഭയപ്പെടുത്തുക. അതിന് പറ്റുന്ന നിലയിൽ ആക്ട് ചെയ്തിട്ടുള്ള കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ടുണ്ട്, പുലിക്കോടൻ അതുപോലെയുള്ള ആളുകൾ. അപ്പോൾ ഒന്ന് 7 ലോഡ്, മറ്റൊന്ന് ഈ അവിടെ കണ്ണൂരിലെ മമ്പറം, വേങ്ങാട് പഞ്ചായത്തിലെ മമ്പറം ഗുണ്ടാ ക്യാമ്പായിരുന്നു. മാലൂർ പഞ്ചായത്തിലെ തോലമ്പ്ര ഗുണ്ടാ ക്യാമ്പായിരുന്നു. അന്ന് ഈ CPIM ഈ മാർക്സിസ്റ്റ് വിരുദ്ധ ഗവൺമെൻറ് നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളൊക്കെ നടത്തിയപ്പോൾ അതിനെ പിന്നെ തോൽപ്പിക്കാൻ വേണ്ടി, അതിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി അവർ CRPയെ വിളിച്ചു. കേരളത്തിലെ പോലീസ് ഫോഴ്സ് മാത്രം പോരാ, ആ CRP വന്നിട്ടുണ്ട് മറ്റേ മുട്ടം വടിയുമായി. അപ്പോൾ അത്തരമൊരു ഭീതിതമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥക്കെതിരായിട്ട് SFI നടത്തിയിട്ടുള്ള പ്രതിഷേധമുണ്ട്. കാരണം AKG അന്ന് പാർലമെൻറ്റ് നടത്തിയ പ്രസംഗമുണ്ട്, ഒരു പെൺ ഹിറ്റർ ജനിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് നോക്കി AKG ചോദിച്ച ഒരു കാലമാണ്. സെൻസർഷിപ്പ്, പത്രങ്ങളിലൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. ദേശാഭിമാനി പോലും അന്ന് ചില കോളങ്ങൾ കാലിയാക്കിയിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. മുഖപ്രസംഗം ചിലപ്പോൾ ഉണ്ടാവില്ല, കാരണം സെൻസർഷിപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത് കൊടുക്കാൻ പാടില്ല, അത് കാലിയാക്കിക്കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് SFI പ്രവർത്തനം അങ്ങേയറ്റം വിഷമരായിരുന്നു. അന്ന് 75 ജൂണിലെ അടിയന്തരാവസ്ഥ. ജൂലൈ 9, 10, 11 തീയതികളിൽ ക്യാമ്പസുകളിൽ പ്രതിഷേധം, പിന്നെ പൊതുസ്ഥലത്ത് പിന്നെ പ്രതിഷേധം, പോസ്റ്ററിംഗ് ഒക്കെ. 11-ാം തീയതി പഠിപ്പ് മുടക്കം. ഇങ്ങനെയൊരു സമര പരിപാടി SFI ആവിഷ്കരിച്ചിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ക്രൂരമായ അടിച്ചമർത്തലാണ് നടത്തിയിരുന്നത്. പെൺകുട്ടികളെ പോലും ഉപദ്രവിക്കുക എന്ന നിലയിലേക്കാണ് വന്നത്. അപ്പം അന്ന് ഈ പോലീസ് കോളേജുകളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതിൽ കാസർഗോഡ് ഗവൺമെൻറ് കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, അതുപോലെ തന്നെ തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജ്, കൂത്തുപറമ്പ് നിർമ്മലേരി കോളേജ്, ഇവിടെയൊക്കെ വിദ്യാർത്ഥികളെ പിടിച്ചുകൊണ്ട് SFIയുടെ പ്രവർത്തകന്മാരെ പിടിച്ചുകൊണ്ടുപോവുക. എന്നിട്ട് പോലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ മുടി പൂർണ്ണമായിട്ടും ഷേവ് ചെയ്യാം, മൊട്ടയടിക്കുക. അക്കാലത്ത് മൊട്ടയടിച്ച വിദ്യാർത്ഥി നേതാക്കന്മാരുടെ പടം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഈ പന്ന്യൻ രവീന്ദ്രനൊക്കെ അതിൻ്റെ ഒരു പ്രതിഷേധമാണോ? പന്ന്യൻ രവീന്ദ്രനെ അന്ന് CPM-ന്റെ കൂടിയല്ല, CPI ആണല്ലോ. CPI ആണ്. അവർ അടിയന്തരാവസ്ഥ ഭരണത്തിന്റെ ഭാഗമായിട്ടാണ്. അയാൾ വേറെന്തോ പോലീസ് നടപടിയല്ലേ? അത് ആയിരിക്കും. ഇത് SFIക്കാരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുക. അതുപോലെ അവിടെ പിന്നെ ഈ ബ്യൂട്ടി പാർലർ ഉണ്ട്, ഇന്ന് ബ്യൂട്ടി പാർലർ പറയും, അന്ന് ബാർബർ ഷാപ്പ്. പോലീസ് സ്റ്റേഷനിൽ പോലും ബാർബർ ഷാപ്പ് തുടങ്ങിയിട്ടുള്ള കാലമാണ് ഈ കോൺഗ്രസും ലീഗിൻ്റെയും ഭരണകാലം. അത് വലിയ നിലക്ക് വിഷമായിരുന്നു നമുക്ക് SFIയുടെ വർക്കിന്. പക്ഷേ നമ്മൾ ആ ഘട്ടത്തെ കോടിയേരിയായിരുന്നു സംസ്ഥാന സെക്രട്ടറി. അദ്ദേഹത്തെയും മറ്റും മിസ തടവുകാരനായിട്ട് പിടിച്ചല്ലോ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ 18 മാസക്കാലം തടവറയിൽ കഴിഞ്ഞു. അതെ. അന്ന് രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഒരു ഇപ്പോൾ ചെറിയ മമ്മൂക്കി അവരൊക്കെ അഖിലേന്ത്യാ ലീഗായിരുന്നു. ഉമ്മർ വാഫഖത്ത് അവരെയൊക്കെ പിടിച്ച് ജയിലിലിട്ടല്ലോ. കോൺഗ്രസിനെ എതിർക്കുന്നവരെയൊക്കെ പിടിച്ച് ജയിലിലിട്ട ഇതായിരുന്നു അക്കാലത്ത് നടന്നിരുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ആശയപരവും സംഘടനാപരവുമായിട്ടുള്ള പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമരം നടക്കും. അതില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്നാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പം മരിക്കും. ആ ഉൾപാർട്ടി സമരത്തിൽ നമ്മൾ നമ്മുടെ നിലപാട് സ്വീകരിക്കുക. നിലപാടിൽ മാറ്റമില്ല.